ചാലക്കുടി നഗരസഭ ഓഫീസിലെ ചെയർമാൻ്റെ ചേംബറിൻ്റെ മുന്നിലാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പല സമരങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും വ്യത്യാസമില്ലാതെ നല്ല രീതിയിൽ സമരം നടത്തിയിട്ടുള്ളൊരു പ്രദേശമാണത്. ഇപ്പോൾ ഇവിടെ VJ ജോജി എന്ന് പറയുന്ന കൗൺസിലറാണ് ഒരു കറുത്ത തുണി പിടിച്ച് ഇന്ന് ഞാൻ നാളെ നീ, ഈ സമരത്തിൻ്റെ പേര് അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞു ഇന്ന് ഞാൻ നാളെ നീ എന്നാണ്. സംഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൃതദേഹവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഇപ്പോൾ ഈ കൗൺസിലർ VJ ജോജി ഇവിടെ ഈ ചെയർമാൻ്റെ ചേംബറിൻ്റെ പുറത്ത് ഒരു പ്രതിഷേധാത്മകമായിട്ടുള്ളൊരു സമരം, ഒരു കറുത്ത തുണി കയ്യിൽ പിടിച്ചുകൊണ്ടൊരു സമരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സമരത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ സംഭവം ഈ 28-ാം തീയതി മരിച്ച കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ബോഡി സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇതിന് പോലീസിന് പങ്കാളിത്തമുണ്ടെന്ന് പറയുന്നു. പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയില്ലെങ്കിൽ അതിൽ ഇടപെടേണ്ട നഗരസഭയാണെന്നാണ് VJ ജോജി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെയ് 28-ാം തീയതി ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ വെച്ച് അസുഖബാധിതനായ കൃഷ്ണൻ എന്ന പേരുള്ള 65 വയസ്സുകാരൻ മരണപ്പെട്ടു. 28-ാം തീയതി. ഇന്ന് ജൂൺ 9-ാം തീയതിയാണ്. 12 ദിവസം കഴിഞ്ഞു. അദ്ദേഹം മരിച്ചിട്ട് 12 ദിവസം കഴിഞ്ഞു. ഈ കൃഷ്ണൻ എന്ന ആൾക്ക് ബന്ധുക്കളൊന്നും ആരുമില്ല. ആ ബന്ധുക്കളൊന്നും ഇല്ലാത്ത ആൾ മരിച്ചിട്ട് 12 ദിവസമായിട്ട് ചാലക്കുടി സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇരിക്കണം. ഞാൻ ബഹുമാനിയായിട്ടുള്ള ചാലക്കുടി നഗരസഭ ചെയർമാൻ്റെ വിവരം പറഞ്ഞു. ചെയർമാനെ ഇന്ന് 12 ദിവസമായി ഇയാളുടെ മൃതദേഹം സംസ്കരിച്ചിട്ടില്ല. അപ്പോൾ ചെയർമാൻ വളരെ എന്താ പറയുക, വളരെ ലാഘവത്തോടെ പറയാണ് അത് ചാലക്കുടി പോലീസ് ഇൻക്വസ്റ്റ് ചെയ്ത് തന്നിട്ടില്ല എന്ന് പറഞ്ഞത്. എന്ത് വില കുറഞ്ഞ വർത്തമാനം അദ്ദേഹം പറയുന്നത്. ചാലക്കുടി പോലീസിൽ അവിടുത്തെ SHO അതിന് തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ നേരെ മുകളിൽ ഇവിടെ DSP ഉണ്ട്. ചാലക്കുടി തന്നെ DSP ഓഫീസ്, DSP ആയിട്ട് ബന്ധപ്പെടണം. DSP ന് തയ്യാറായില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ SP ഉണ്ട്, അതിൻ്റെ മുകളിൽ DIG ഉണ്ട്, അതിൻ്റെ മുകളിൽ ADGP ഉണ്ട്, DGP ഉണ്ട്. ഇതെല്ലാം ഉദ്യോഗസ്ഥരുണ്ട്. ഇതല്ലെങ്കിൽ തന്നെ ചാലക്കുടിയിൽ ഇവിടെ MLA ഉണ്ട്. MLA എടുത്ത് പറഞ്ഞാൽ MLA ഇടപെടും, വിഷയത്തിൽ ഇടപെടും, ഈ പോലീസ് സംവിധാനത്തിൽ ഇടപെടും. അല്ലെങ്കിൽ MP എടുത്ത് പറഞ്ഞാൽ MP കൊണ്ട് ഇടപെടിക്കണം. ഇതെല്ലാം സാധ്യമായിട്ടും അതൊന്നും ചെയ്യാതെ ഇത്ര ദിവസമായിട്ട് പോലീസിനെ പഴി പറഞ്ഞിരിക്കുന്ന ചെയർമാൻ രാജിവെച്ച് പുറത്തു പോകണം ഏറ്റവും നല്ലത്. വളരെ നിഷ്ഠൂരമായിട്ടുള്ള കാര്യം. ഒരു മൃതദേഹത്തോടുള്ള ഏറ്റവും വലിയ അനാദരവ്. 12 ദിവസമായിട്ടും ആ മൃതദേഹം സംസ്കരിക്കാൻ താല്പര്യം കാണിക്കാതെ പോലീസിനെയും പഴിചാരിയിരിക്കുന്ന ചെയർമാൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മനസാക്ഷിക്ക് നിൽക്കുന്നതല്ല. അപ്പോൾ ഇതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ഞാൻ ഇവിടെ കുത്തിയിരിക്കുന്നത്. ചാലക്കുടി നഗരസഭയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞ കാര്യമല്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ളത് തൊട്ട് മുന്നത്തെ ചെയർമാൻ പറഞ്ഞ കാര്യമാണ്. ബഹുമാനുള്ള FB ജോർജ് ചെയർമാൻ പറഞ്ഞാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കണില്ല. അപ്പോൾ ഇദ്ദേഹം പിന്നെ ഒന്നും സംസാരം വളരെ കുറവായ ആളതിൻ്റെ പേരിൽ ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ചാലക്കുടി നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. ഇന്ന് ഏറ്റവും മഴക്കാലം ആരംഭിച്ചു. മഴക്കാല പൂർവ്വകാല ശുചീകരണം നടത്തേണ്ട സമയത്തൊന്നും നടത്താതെ ഇന്ന് നിങ്ങൾ അന്വേഷിക്കുക. ചാലക്കുടി നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 2 ആഴ്ച കാലമായിട്ട് എവിടെയാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. ചാലക്കുടി നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥലത്തില്ല, നാട്ടിലില്ല. ഞാനും വിദേശയാത്ര പോകുന്ന ആളാണ്. വിദേശയാത്ര പോയാൽ എന്നെ ഏത് സമയത്തും ഫോണിൽ വിളിച്ചാൽ എന്നെ ഫോണിൽ കിട്ടും. ഞാൻ റോമിംഗ് എടുത്തിട്ടുണ്ടാവും. ഞാൻ നടപടി ഏത് ചെറിയ ഒരു ലൈറ്റ് പോയാൽ പോലും ഞാൻ ഏത് രാജ്യത്തായാലും നമ്മളവിടെ ഓപ്പറേറ്റ് ചെയ്ത് ലൈറ്റ് കിട്ടാവുന്ന സാഹചര്യത്തിൽ ഇടപെടൽ നടത്തും. ഈ സമരം ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നവരെ തുടരും. പ്രശ്നത്തിന് പരിഹാരം കാണുന്നവരെ സമരം തുടരും. ഈ വിഷയത്തിൽ ഇത് അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട വികസനത്തിൻ്റെ മഹത്മാതൃകയൊന്നല്ലെന്നായിരിക്കും പറയാൻ പോണത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഒരു മൃതദേഹത്തോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ കാണിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് കാണിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതുപോലെ കൗൺസിലർമാരെ സമരത്തിലേക്ക് നയിക്കുന്നത് ഭൂഷണമാണോ? ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കൗൺസിലർമാരുടെ സമരത്തിന് നിന്നിട്ടുണ്ട് ഈ 5 വർഷ കാലയളവുകൾക്കുള്ളിൽ എന്നുള്ളതും കൂടി ജനങ്ങൾക്ക് മുന്നിൽ ചിന്തിക്കാനിടുന്നു. ഇപ്പോഴും കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മൃതദേഹം ചാലക്കുടി സർക്കാർ താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയിൽ ബോർഡ് സൂക്ഷിക്കുകയാണ്.